ദ്വാപരയുഗത്തിൽ പ്രഭാസിൻ്റെ കഥാപാത്രം നല്ലവനായിരുന്നിട്ട് കൂടി അർജുനൻ്റെ കയ്യാൽ കൊല്ലപ്പെടുന്ന കർണനായിട്ടാണ്. അങ്ങനെ കർണൻ്റെ വില്ലൻ എന്ന് പറയുന്നത് അർജുനനാണ്. കർണൻ്റെ യഥാർത്ഥ എതിരാളി എന്ന് പറയുന്നതും അർജുനൻ തന്നെയാണ്. കലിയുഗത്തിൽ അങ്ങനെ തന്നെ വീണ്ടും സംഭവിച്ചിരിക്കുകയാണ്. കർണൻ്റെ കഥാപാത്രം ഇവിടെ പുനർജനിച്ചിരിക്കുന്നു. കർണൻ്റെ എതിരാളിയായി സുപ്രീം യാസ്കിനായി അർജുനനും എത്തിയിരിക്കുന്നു. ഓരോ ആയുധവും അത് ഉപയോഗിക്കേണ്ട ആളുടെ കയ്യിലെത്തുമ്പോൾ മാത്രമേ അതിന് ചൈതന്യമുണ്ടാകൂ എന്ന് അശ്വത്ഥാമാവ് പറയുന്നുണ്ട്. അങ്ങനെ കർണൻ്റെ വില്ല് പ്രഭാസിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് ഏറ്റവും ശക്തമായ ഒരായുധമായി മാറുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ആർക്കും ഉയർത്താൻ പറ്റാത്ത ഗാന്ധീവം സുപ്രീം യാസ്കിൻ്റെ കയ്യിൽ വന്നപ്പോൾ അത് അദ്ദേഹത്തിന് ഉയർത്താൻ കഴിഞ്ഞതും അതിന് ചൈതന്യം വന്നതും. അതേപോലെ മഹാഭാരത കഥയിലും പറയുന്നുണ്ട് അർജുനൻ ഇനിയും പുനർജന്മം എടുക്കുമെന്ന്. അർജുനന് മോക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. മോക്ഷം നേടാൻ കഴിഞ്ഞത് ഒരേ ഒരാൾക്ക് മാത്രമാണ്, അത് യുധിഷ്ഠിരന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം സുപ്രീം യാസ്കിൻ എന്ന് പറയുന്നത് അർജുനൻ്റെ പുനർജന്മം തന്നെയാണ്.